ഊബർ പിടിച്ചാ വന്നത്. അപ്പൊ ഈ പുള്ളി ട്രിവാൻഡ്രം സിറ്റി ഓടുന്നത്. അപ്പൊ കൊല്ലത്തും തിരിച്ചു കിട്ടുമോ അതിന് ട്രിപ്പ് പോകാനായിട്ട്? കൊല്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് ബൈപ്പാസ് വഴി കിട്ടൂല. പുള്ളിക്ക് കൊല്ലത്തിൽ നിന്ന് കൊട്ടാരക്കര വന്നു കഴിഞ്ഞാൽ ഒരു വെഞ്ഞാറമൂട് അങ്ങനെയൊക്കെ മെഡിക്കൽ കോളേജ് അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ കൊട്ടാരക്കര കാലി ഓടുവോ പുള്ളി ഇങ്ങോട്ട്? അല്ല, കൊട്ടാരക്കരയിലോട്ട് ഏതെങ്കിലും ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ വരുമായിരിക്കും. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ കൊല്ലത്തുനിന്ന് കിട്ടുമോന്ന് ഞാൻ ചോദിച്ചത്. കൊല്ലം ടു കൊട്ടാരക്കര ചിലപ്പോ കാലി ഓടേണ്ടി വരും. ഞാൻ അതാ ചോദിച്ചത്. അത് കാര്യം. അപ്പൊ അത് നല്ലത്. ഈ കൊല്ലം ടു കൊട്ടാരക്കര അത്യാവശ്യം ദൂരമുണ്ട്. ദൂരമുണ്ട് 25-26 കിലോമീറ്റർ വരും. അപ്പൊ അത്രയും ദൂരം നഷ്ടമല്ലേ പുള്ളിക്ക് ഓടുന്നത്? ട്രിവാൻഡ്രം സിറ്റി ആണെങ്കിൽ ഒരു വിഷയമില്ല, എപ്പോഴും ഉണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ എപ്പോഴും ഉണ്ടല്ലേ? ഇവിടെ എപ്പോഴും ഉണ്ട്. ഇവിടെ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിന്റെ അടപ്പില്ലായിരുന്നു അവിടെ കുപ്പിയില് പാട്ട്. ഈ ബാംഗ്ലൂർ ഇതേമാതിരി ട്രാഫിക് അല്ലയോ? തന്നെ. പക്ഷെ ഇവിടെ എപ്പോഴും ഇല്ല കേട്ടോ, ഈ സമയത്തൊക്കെ ഉള്ളൂ. ഓഫീസ് ടൈമിൽ ആകും താമസിയാതാകും, അത് കറക്റ്റ്. ഇവരെന്ത് ഈ വണ്ടി തുടങ്ങി സൗണ്ട് കുറെ ഒരു വിവരവും ഇല്ലാത്ത കളയാണ് വണ്ടി എടുത്തോണ്ട് പോകുന്നത്. ஹலோ சொல்லுங்க. வந்துட்டே இருக்கு, டிராஃபிக் இருக்கு, சிக்னல் கிடக்குது, வருது வந்துட்டே இருக்கு. ஒரு ட்ராப் இருக்கு, அது 22 நிமிஷம் எடுக்கும் ட்ராப் பண்ணதுக்கு. ட்ராப் பண்ணதுக்கு 22 நிமிஷம் எடுக்கும், 22 நிமிஷம் காட்டுது. ஓகே, அவ்வளோ லேட் ஆகும். அதுதானே டாஸ்க். இதில் மாப்பில் 22 நிமிஷம் தானே ட்ராப்பு காட்டுது. ஓகே ஓகே അടുത്ത ഓട്ടോ. ഈ റോഡ് മൊത്തം കൺജഷനാണ്. അതിങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനിയും വരും ബുക്കിംഗ്, വീണ്ടും ക്യാൻസൽ ആകും. കാരണം അത്രയും സമയം അവർ വെയിറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത് എത്ര സമയമുണ്ട്. അല്ല പിന്നെ അവർക്ക് ചിലപ്പോൾ അടുത്തെങ്ങനെ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ബുക്ക് ചെയ്ത് പോട്ടെ. നമുക്ക് പിന്നെ